ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹൈഡ്രാഞ്ചിയ പൂക്കൾ ജനപ്രിയമായൊരു അലങ്കാര സസ്യമാണ്. ഹൈഡ്രാഞ്ചിയ പൂക്കൾ വസന്തത്തിൻ്റെ തുടക്കം മുതൽ ശരത്കാലത്തിൻ്റെ അവസാനം വരെ ഉണ്ടാകുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ അതിഥി എന്ന് പറയുന്നത് ഹൈഡ്രാഞ്ചിയ പൂക്കളാണ്. പൂമുഖങ്ങളെ മനോഹരമാക്കുന്നതിൽ പ്രധാന സ്ഥാനം ഈ ചെടിക്ക് ഉണ്ട്. ഹൈഡ്രാഞ്ചിയ പൂക്കൾ മുറിക്കുമ്പോൾ ദളങ്ങളുടെ വലിയ ഉപരിതലം കാരണം പൂക്കളിൽ എളുപ്പത്തിൽ നിർജ്ജലീകരണം സംഭവിക്കുകയും പെട്ടെന്ന് വാടിപ്പോവുകയും ചെയ്യുന്നു. പൂവിൻ്റെ ജലാംശം പുനഃസ്ഥാപിക്കാനായി ദളങ്ങൾ മുറിയിലെ താപനിലയിലുള്ള വെള്ളത്തിൽ മുക്കി വയ്ക്കാവുന്നതാണ്. മണ്ണിലെ pH അനുസരിച്ച് പൂക്കളുടെ നിറം മാറുന്നു. pH ലെവൽ 5.5 അല്ലെങ്കിൽ അതിൽ താഴെയുള്ള മണ്ണിൽ നീലപ്പൂക്കളും, pH ലെവൽ 6.5 അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള മണ്ണിൽ പിങ്ക് പൂക്കളും, pH ലെവൽ 5.5നും 6.5നും ഇടയിലുള്ള മണ്ണിൽ പർപ്പിൾ പൂക്കളുമാണ് ഉണ്ടാകുന്നത്. പൂക്കളുടെ നിറം മണ്ണിൻ്റെ ആപേക്ഷിക അസിഡിറ്റി അനുസരിച്ച് നിർണ്ണയിക്കാവുന്നതാണ്. അമ്ലത്വമുള്ള മണ്ണിൽ ലഭ്യമായ അലൂമിനിയം അയോണുകൾ ഉണ്ടായിരിക്കുകയും സാധാരണയായിട്ട് പൂക്കൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഹൈഡ്രാഞ്ചിയ പൂക്കൾ മണ്ണിൻ്റെ അസിഡിറ്റി നിലയെ ആശ്രയിച്ച് ഒരു സീസണിൽ നിന്ന് അടുത്ത സീസണിലേക്ക് നീലയിൽ നിന്ന് പിങ്കിലേക്കോ പിങ്കിൽ നിന്ന് നീലയിലേക്കോ ഒക്കെ മാറുന്നതാണ്. പഴത്തൊലി, മുട്ടത്തോട് തുടങ്ങിയ ജൈവ വസ്തുക്കൾ ചേർക്കുന്നത് അസിഡിറ്റി വർദ്ധിപ്പിക്കുകയും പൂക്കൾ നീലയാവുകയും ചെയ്യും. സൂര്യപ്രകാശം രാവിലെയും വൈകുന്നേരത്തേതും അത്യാവശ്യമാണ്. ഒരുപാട് വെയിലിൽ നിൽക്കുന്ന ചെടികളാണെങ്കിൽ അതിൻ്റെ ഇലകളിലേക്ക് കേടുവരികയും ചെടി നശിച്ചു പോവുകയും ഒക്കെ ചെയ്യും. ചട്ടിയിലും തറയിലും ഒരുപോലെ നട്ടുപിടിപ്പിക്കാമെങ്കിലും തറയിൽ നടുന്നതാണ് ഈ ചെടി വളരെ ഉത്തമം. പൂക്കൾക്കും ഇലകൾക്കുമൊക്കെ നല്ല വലിപ്പം ലഭിക്കുന്നതിന് ചെടി നിലത്ത് നട്ടുപിടിപ്പിക്കുന്നതാണ് വളരെ നല്ലത്. നാടൻ വെറൈറ്റിയിലും ഹൈബ്രിഡ് ഇനങ്ങളിലൊക്കെയായിട്ട് ഹൈഡ്രാഞ്ചിയ പൂക്കൾ ഒരുപാട് നമുക്ക് ലഭിക്കാനുണ്ട്. മണ്ണും ചകിരിച്ചോറും വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി ഇവയെല്ലാം നിറച്ചിട്ടുള്ള പോട്ടി മിക്സിൽ നമ്മൾ ചെടി വയ്ക്കുകയാണെങ്കിൽ ചെടി നല്ല കരുത്തോടു കൂടി വരികയും പൂക്കൾ തരികയും ചെയ്യും. ഒക്ടോബർ മുതൽ നവംബർ മാസം വരെയാണ് കേട്ടോ നമ്മൾ ചെടി പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ട ഒരു സമയം. നന്നായി താഴ്ത്തി കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ശിഖിരങ്ങൾ വന്ന് നിറയെ പൂക്കളുണ്ടാവും. അധികം വെയിലില്ലാത്ത സമയങ്ങളിൽ ഒന്നിടവിട്ടിട്ട് നമ്മൾ ഈ ചെടി നനച്ചു കൊടുത്താൽ മതി. എന്നാൽ നല്ല വേനൽക്കാലമൊക്കെ വരുമ്പോൾ എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും നനച്ചു കൊടുക്കേണ്ടതാണ്. മഗ്നീഷ്യവും സൾഫറും അടങ്ങിയിട്ടുള്ള എപ്സം സാൾട്ട് മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ചെടിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടി നിറയെ പൂക്കൾ തരികയും നല്ല കരുത്തോടു കൂടി വളരാനൊക്കെ കഴിയും. 2-3 മാസമൊക്കെയാണ് അതിൻ്റെ ഒരു കുല പൂക്കൾ ചെടിയിൽ നിൽക്കുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഹൈഡ്രാഞ്ചിയ ചെടിയുടെ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, ബൈ.